ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഇത് കാണുമ്പോൾ തന്നെ അറിയാലോ എന്താ കറി വെക്കാൻ വന്നിരിക്കുന്നത്. അപ്പോൾ പപ്പായയാണ്, ഇപ്പം നാച്ചുറലായ പപ്പായയാണ്. എല്ലാവരുടെ വീടുകളിലും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനത് അടിപൊളിയായിട്ട് ഇതാ രണ്ട് സൈഡ് മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് അധികം മൂത്തിട്ടില്ല കേട്ടോ, കുരു നന്നായി ഒന്നും ഇതായിട്ടില്ല. എന്നാലും നല്ല ടേസ്റ്റാണ് ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതാ പപ്പായ ഇങ്ങനെ മുറിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് തൊലിയൊക്കെ ചെത്തിക്കളഞ്ഞ് നമുക്ക് കുഞ്ഞു കുഞ്ഞതായി ഇതേപോലെ മുറിച്ചെടുക്കാം. മുറിച്ചിതാ ഞാനിവിടെയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലോട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായി കഴുകണം. 2-3 പ്രാവശ്യം കഴുകിയെടുത്തു. ഇനി നമ്മൾ അത് പപ്പാളങ്ങ ഉപ്പേരിയാണ് വെക്കാൻ പോകണം. അപ്പോൾ ഇതുവരെ ആരും വെക്കാത്ത ഒരു രീതിയിലാണ് ട്രൈ ചെയ്യാൻ പോകണം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ളത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഉള്ളി, ചെറിയുള്ളിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത്, പിന്നെ അതേപോലെ തന്നെ കറിവേപ്പില. അപ്പോൾ എരിവൊക്കെ ആവശ്യത്തിന് ഇടുക. ഞാൻ കുറച്ച് ഒരു പപ്പാളങ്ങി എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഞാൻ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ എടുത്തത്. മല്ലിപ്പൊടി എപ്പോഴും ഒരു 1/2 ടീസ്പൂണോളം മതി, ഒരുപാട് വേണ്ട കുന്നും. അപ്പോൾ അത് തിരി കുറച്ചാൽ മതി കേട്ടോ. എരിവും അതേപോലെ നോക്കുക. അപ്പോൾ ഞാൻ എണ്ണ ചൂടായപ്പോൾ ലേശം കടുകും അതേപോലെ തന്നെ ജീരകം, പെരിഞ്ജീരകമല്ല, നല്ല ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം അത് പൊട്ടിയ ശേഷം നമ്മളിവിടെ ഇതാ വെളുത്തുള്ളിയും ചെറിയുള്ളി ചതച്ചത്, പിന്നെ അതേപോലെ തന്നെ കറിവേപ്പില ഇതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിട്ട് കൊടുത്ത് നന്നായി നമുക്ക് വഴറ്റിയെടുക്കണം. ഒരു പച്ചച്ചൂരൊക്കെ പോയി നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കിത് വഴറ്റിയെടുത്ത ശേഷമാണ് നമ്മൾ ഇതിലോട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇത് മൂന്നും നമുക്ക് നന്നായി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ചൂടാക്കിയെടുക്കുക. അല്ലെങ്കിൽ പിന്നെ മുളക് പൊടിൻ്റെ ചൂര് വരും, സോറി. അപ്പോൾ അതുകൊണ്ട് നന്നായി ഇട്ട് കൊടുത്ത് നന്നായി നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇനി നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷമാണ് നമുക്ക് ഇതിലോട്ട് പപ്പായ ചേർത്തത്. ഏറ്റവും നല്ല സാധനമാണ് പപ്പായ അല്ലേ. എൻ്റെ മോൾ അടുത്ത് നിന്ന് പച്ച പപ്പായ മുറിച്ചത് വാങ്ങി കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഞാൻ 2-3 പ്രാവശ്യം കഴുകിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമുക്ക് ഇതിലോട്ട് ഈ മസാലയിലോട്ട് ഇട്ട് കൊടുക്കാം. എല്ലാ വാരി ഇട്ട് കൊടുക്കാം. അപ്പം എൻ്റെ മോള് താഴെ നിന്നിട്ട് 1 തരുമോ 2 തരുമോ പറഞ്ഞിട്ട് അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്. അവൾക്ക് പപ്പായ ഇത് പച്ചക്ക് അവൾ കഴിക്കും. ഏറ്റവും നല്ല വിറ്റാമിനുള്ള എന്താ പറയുക സാധനമാണ് പപ്പായ. കുട്ടികൾക്ക് പ്രത്യേകിച്ച് കീരിപ്പുഴു ഇതൊക്കെ പോകാൻ നല്ലതാണ്. അപ്പോൾ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് കൊടുത്താൽ കുട്ടികളടക്കം നന്നായി കഴിക്കും, ഉറപ്പാണ്. അപ്പോൾ അതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. നമ്മളുടെ ഇഷ്ടമല്ലല്ലോ നമ്മൾ നോക്കുക, കുട്ടികളുടെ അല്ലേ. അമ്മമാരെല്ലാവരും അങ്ങനെ തന്നെ, മക്കളുടെ ഇഷ്ടം നോക്കാറ്. മക്കളുടെ ഹസ്ബൻഡിൻ്റെ ഇഷ്ടം മാത്രമേ നമ്മൾ നോക്കാറുള്ളൂ. നമ്മളുടെ ഇഷ്ടം എന്താണെന്ന് പോലും ചിന്തിക്കില്ല. അപ്പോൾ ഞാനിതാ പപ്പായ അങ്ങനെ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആ മല്ലിപ്പൊടി, ഉപ്പിട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പിടിക്കണ വരെ ഇങ്ങനെ ഇളക്കി കൊടുത്തു. ഇനി നമുക്ക് അതിലോട്ട് കുറച്ച് ലേശം ഉപ്പിട്ട് കൊടുത്തിട്ട് ഇതാ നന്നായി ഇളക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കാണുമ്പോൾ അറിയാമല്ലോ നന്നായി മസാലയൊക്കെ എല്ലാം പിടിച്ചിട്ടുണ്ട്, എല്ലാവിടെയും പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനല്ലേ അപ്പോഴേ ലേശം ഒരു ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ, ലേശം ഇട്ട് കൊടുത്തുള്ളൂ കേട്ടോ. ഒന്ന് വതങ്ങിക്കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് കുറച്ച് പൊടിയുപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്കിതിൽ ആവശ്യത്തിന് ഉള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിന് വേഗം ഞാനിപ്പോൾ 2-3 ഗ്ലാസ് വെള്ളമോളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 3 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് കണ്ടില്ലേ കളറ്, മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം കൂടി വതക്കിയതിൻ്റെ ഒരു കളറാണത്. ഇങ്ങനെ വയ്ക്കുമ്പോൾ നല്ല പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്, ഞാൻ നുണ പറയല്ല, കാര്യത്തില്ല പറയും, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ലേശം കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത്തിരി ഒന്ന് ഉപ്പിട്ട് കൊടുത്തു. ഉപ്പ് മാത്രമല്ല, നമ്മൾ ഇതിലൊരു ടിപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ. ടിപ്പ് അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ചേർക്കാം. അപ്പോൾ ഞാൻ നിർബന്ധിക്കില്ല. അപ്പോൾ ഞാൻ എൻ്റെ മക്കൾ കഴിക്കാൻ വേണ്ടി ഞാൻ ഇത് ചേർക്കാറുണ്ട്. അത് ഞാൻ ചേർക്കുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഞാനിങ്ങനെ എന്നിട്ട് ഇത് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് അടച്ച് വെച്ചിട്ട് ഇതാ ഇങ്ങനെ തുറന്ന് നോക്കി. അപ്പോൾ ഒരുവിധം വെള്ളമൊക്കെ നന്നായി വറ്റിയിട്ടുണ്ട്, ലേശം നന്നായി തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് പോരെങ്കിൽ ചേർത്ത് കൊടുക്കാം.
ഞാൻ പറഞ്ഞില്ലേ ഒരു ടിപ്പ് ചേർത്തിട്ടുണ്ട് എന്ന് പറഞ്ഞില്ലേ, കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് എന്താണെന്നറിയും. ലേശം ഒരു പഞ്ചസാര, 1 ടീസ്പൂണൊന്നും എടുക്കണ്ട, ലേശം ഒരു നുള്ള് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വേറെ ഒന്നിനുമല്ല, ഒരു പ്രത്യേക ടേസ്റ്റാണ് അത് ചേർത്ത് കൊടുത്ത പപ്പായക്ക്. ഒരു പ്രത്യേക ടേസ്റ്റ്. ചെനഞ്ഞത് വെക്കാനാണ് ഒരുപാട് നല്ല ടേസ്റ്റ്, പക്ഷെ നമുക്ക് ചെനഞ്ഞത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, പച്ചയായിരുന്നു കിട്ടിയത്. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ. ഞാൻ പിന്നെ പച്ച അവിയൽ വെക്കാൻ നോക്കിയപ്പോ തൈരില്ല, അപ്പൊ പിന്നെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെയാണ് കുട്ടികൾക്ക് വെച്ച് കൊടുക്കാറ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടല്ല ഇത് ട്രൈ ചെയ്യണ, കുട്ടികൾക്ക് ഇങ്ങനെയാണ് ഞാൻ പപ്പായ വെക്കുമ്പോൾ എങ്ങനെയാണ് വെച്ച് കൊടുക്കുക. പഞ്ചസാര ഇട്ടിട്ട് ലേശം ഇത് നുള്ളു മാത്രം ഇട്ടാൽ മതി, കൂടുതൽ ഇടണ്ട. അത് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കിയ ശേഷം നമുക്ക് അടച്ചു വെക്കാം. അടച്ചു വെച്ച് കുറച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ ഇതാ വെള്ളമൊക്കെ നന്നായി വറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാ കാണുമ്പോൾ തന്നെ അറിയാലോ, നന്നായി വറ്റി, നല്ല കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. ഒരുപാട് വെന്തുടഞ്ഞിട്ടില്ല, എന്നാൽ വെന്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ, സത്യം പറയാലോ. ഒരിക്കലെങ്കിലും നിങ്ങൾ ഇങ്ങനെയൊന്നും വെച്ച് നോക്കണം, ട്രൈ ചെയ്ത് നോക്കണം. കാരണം അത്ര എമ്മാതിരി ടേസ്റ്റാണ്, ഞാൻ പറഞ്ഞറിയില്ല. അത് വെച്ച് നോക്കി കഴിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ടേസ്റ്റ് അറിയുള്ളൂ. കണ്ടില്ലേ, എൻ്റെ മോൾ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്, ഞാൻ പപ്പായ കൂട്ടാൻ ആയോ ചോദിച്ചിട്ട്. അപ്പോൾ പപ്പായ വേണം പറഞ്ഞ് നിൽക്കണം, ചൂട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത്രയും നല്ല ടേസ്റ്റാണ്. ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോൾ ബൈ.